സ്റ്റെവാൻ ജോവേറ്റിച്ചുമായിട്ട് ബന്ധപ്പെട്ട റൂമറുകളാണ് ഇങ്ങനെ പരന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മിലോസ് ഡിഞ്ചിച്ച് ചെറിയൊരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതെന്താണ് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ 200 അല്ലെങ്കിൽ 300 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്റ്റെവാൻ ജോവേറ്റിച്ചാണ് ചർച്ചാ വിഷയപ്പെടുത്തിയെന്ന് പറയുന്നത്. മോണ്ടനീഗ്രോയുടെ ലെജൻഡാണ്, മാഞ്ചസ്റ്റർ സിറ്റി താരമാണ്. സോ അത്ര ബിഗ് പ്രൊഫൈലുള്ളൊരു താരമാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് മിലോസ് ഡിഞ്ചിച്ച് ചെറിയൊരു ക്ലൂ തന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തായാലും ഇത് എൻ്റെ ഒരു അസംശം മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ എടുക്കുക. സോ ഇതിനെ വേറെ ഒരു തരത്തിൽ നിങ്ങൾ എടുക്കാതിരിക്കുക. എനിക്ക് തോന്നിയൊരു കാര്യം മാത്രമാണ്. അത് ജസ്റ്റ് നിങ്ങൾ കേൾക്കുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോകാൻ ഞാൻ ഇപ്പോഴേ പറയുകയാണ്. എന്തായാലും കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ മിലോസ് ഡിഞ്ചിച്ച് അദ്ദേഹം മോണ്ടനീഗ്രോ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന അല്ലെങ്കിൽ അണ്ടർ-23 ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു എന്താ പറയുക വീഡിയോ, ഒരു റീലായിട്ട് അത് ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലിട്ടിട്ടുണ്ട്. സോ അദ്ദേഹം ഇതുവരെ മോണ്ടനീഗ്രോയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു കാര്യങ്ങളും അങ്ങനെ ഇട്ടിട്ടില്ല. ബട്ട് ടുഡേ അദ്ദേഹം അങ്ങനെ ഇട്ടു. നമുക്കറിയാം സ്റ്റെവാൻ ജോവേറ്റിച്ചിൻ്റെ വാർത്ത വരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് മോണ്ടനീഗ്രോ നാഷണൽ ടീമിന് വേണ്ടി അദ്ദേഹം കളിക്കുന്ന ഒരു വീഡിയോ അദ്ദേഹം ഇട്ടിരിക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്ലൂ ആണോ ഇത് എന്നുള്ള സംശയമുണ്ട് എനിക്ക്. അതൊരു സംശയം മാത്രമാണ്. അല്ല, ഒരു പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി അങ്ങനെ ഇട്ടായിരിക്കും. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ക്ലൂ പോലെ ആയിരിക്കാനും സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു അസംശയം മാത്രമാണ്. സോ ആ ഒരു രീതിയിൽ മാത്രം കാണുക. എന്തായാലും അദ്ദേഹം വരട്ടെ എന്ന് വിചാരിക്കാം. വന്നു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് സൈനിങ് എന്ന് തന്നെ പറയണം.